സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഫോംസ് ഓഫ് ലീസ് ഫിനാൻസ്. എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ലീസിന് കൊടുക്കുക, എങ്ങനത്തൊക്കെ ലീസുകളാണ് നമുക്ക് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോംസ് ഓഫ് ലീസ് 4 തരമാണ് ഉള്ളത്. ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്, സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ്, ദെൻ ലിവറേജ് ലീസ്. ഇങ്ങനെ 4 തരം ലീസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തത് ഫിനാൻഷ്യൽ ലീസാണ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ഇസ് എ ലോങ് ടേം ലീസ്. ഓക്കെ, അതേപോലെ എന്താണ് ഇത് നോൺ ക്യാൻസലബിൾ ലീസാണ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ഡേറ്റ്. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ ലെസ്സറും തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ലീസ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള എക്സ്പയറി ഡേറ്റിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഫിനാൻഷ്യൽ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുന്നേ എന്ത് ചെയ്യാൻ പാടില്ല, ആ ലീസ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. സോ നോൺ ക്യാൻസലബിൾ ലീസാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ഫിനാൻഷ്യൽ ലീസ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ടു പർച്ചേസ് ദ അസറ്റ് ഈസ് ടേക്കൺ ബൈ ലെസി. ഇവിടെ ഫിനാൻഷ്യൽ ലീസിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഡിസിഷൻ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ലെസിയാണ്. ഓക്കെ, ഹി സ്പെസിഫൈ ദ അസറ്റ്. അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട അസറ്റ്, അതേപോലെ ഏതൊക്കെ സപ്ലയറിന് വേണം, പിന്നെ പ്രൈസ് ഫൈനലൈസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത് ലെസി ആയിരിക്കും ഫിനാൻഷ്യൽ ലീസിൽ. ഓക്കെ, നെക്സ്റ്റ് then he make an arrangement with the leasing company which purchase the asset and give the asset to the lessee for use on long term lease. പിന്നെ അവരെന്ത് ചെയ്യും, ലീസിങ് കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ലീസിങ് കമ്പനി എന്ത് ചെയ്യും, ആ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞത് ലെസ്സിയാണെന്ന് വിചാരിക്കാം. അവർക്ക് എന്ത് വേണം, ഒരു മെഷീനറി വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു മെഷീനറി വേണം എ കേട്ടോ. അപ്പോൾ എ ആണ് ഈ മെഷീനറി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എ എന്ത് ചെയ്യും, ലെസ്സറായിട്ട് ബി ഉണ്ടാവും, ബി. അപ്പം എ എന്ത് ചെയ്യും, ബീനോട് പറയും ഞങ്ങൾക്ക് ഈ മെഷീനറിയാണ് വേണ്ടത് എന്ന് പറയും. അപ്പം എ തീരുമാനിച്ചിട്ടുണ്ട് ഈ മെഷീനറിയാണ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ബീനോട് പറഞ്ഞാൽ ബി എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യും. ഓക്കെ, ബി അത് പർച്ചേസ് ചെയ്തിട്ട് ബി എന്ത് ചെയ്യും, എക്ക് അത് ലീസിന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ലീസിന് പകരമായിട്ട് എ ബിക്ക് ലീസ് റെൻ്റൽ കൊടുക്കും. ഇതന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ഹി മേക്ക് ആൻ അറേഞ്ച്മെൻറ്റ് വിത്ത് ദ ലീസിങ് കമ്പനി. ലെസി ലീസിങ് കമ്പനിയുമായിട്ടൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചത്, അതായത് ലെസി ഉദ്ദേശിച്ചിട്ടുള്ള അസറ്റ് ലീസിങ് കമ്പനി എന്ന് പറയുന്നത് ഇവിടെ ലെസ്സറാണ് വരിക. ഓക്കെ, ഈ ലെസ്സർ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യും, ആ അസറ്റ് പർച്ചേസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഗീവ് ദ അസറ്റ് ടു ദ ലെസി. അവർ എന്ത് ചെയ്യും, ലെസിക്ക് അത് എന്തിനു കൊടുക്കും, ലീസിന് കൊടുക്കും. ലോങ് ടേമിലേക്ക് ലീസിന് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ലീസിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ലെസി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ആൻഡ് ഇൻഷുറൻസ്. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഒരു അസറ്റ്, ഒരു മെഷീനറി ആണ്, അല്ലെങ്കിൽ ഈ അസറ്റിൻ്റെ മുകളിൽ ഫുൾ മെയിൻ്റനൻസ്, ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ മൊത്തം റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് ആരാണ്, ലെസിയാണ് മെയിൻ്റനൻസ് വർക്കും ഇൻഷുറൻസ് പോലുള്ള ഈ അസറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, ഹി ഹാസ് ടു ബിയർ ഓൾ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ അസറ്റ്. ഈ ഒരു അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ലെസ്സിയാണ്, ലെസ്സർ അല്ല. ഓക്കെ, ഓണർ അല്ല, ലെസ്സിയാണ്, യൂസർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നോക്കേണ്ടത്. ബട്ട് സം കേസ് ആസ് പെർ ദ ടേംസ് ഓഫ് ലീസ് എഗ്രിമെൻറ്റ് ലെസ്സർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് അസറ്റ്. ചില കേസിൽ ലീസ് എഗ്രിമെൻറ്റ് പ്രകാരം ചില ടൈമിൽ എന്ത് ചെയ്യും, ലെസ്സറിന് ഈ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കുന്ന ലീസിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് ഓർ ഗ്രോസ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ്റനൻസ് ഓർ ഗ്രോസ് ലീസ്. ഇനി നെക്സ്റ്റ്, ജനറലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ലീസ് പീരീഡ്, അതായത് സാധാ നമ്മുടെ ലീസ് പീരീഡ് അവസാനിക്കുമ്പം ദ അസറ്റ് വിൽ ബി പർച്ചേസ്ഡ് ബൈ ദ ലെസി
ഫോർ ആൻ അഗ്രീഡ് പ്രൈസ്. അപ്പോൾ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ആ പ്രൈസ് പ്രകാരം ലെസ്സി എന്ത് ചെയ്യും? ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആ ഒരു മെഷീനറി എന്ത് ചെയ്യും? ലെസറിൻ്റെ കയ്യിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തിരിക്കും. ദെൻ ദ ലെസ്സി ലയബിൾ ടു പേ പീരിയോഡിക് റെൻ്റൽസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് ദി അസെറ്റ് ഇവോൾവ്ഡ് ടു ലെസർ. അതിന് പകരം, അതായത് ലെസ്സി പറഞ്ഞിട്ടാണ് ലെസർ എന്ത് ചെയ്യുന്നത്? ആ മെഷീനറി വാങ്ങുന്നത്. എന്നിട്ട് തിരിച്ച് അവരെന്ത് ചെയ്യാണ്? അത് ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലെസ്സി എന്ത് ചെയ്യണം? അതിനുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കണം. അപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്നത് കോസ്റ്റും ഇൻട്രസ്റ്റും ചേർന്നതായിരിക്കും ലെസർക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പീരിയോഡിക്കായിട്ട് അവർ എന്ത് ചെയ്യും? ആ കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള റെൻറ്റ് ലെസർക്ക് എന്ത് ചെയ്യും? കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസിൽ വരുന്നത്. ഫിനാൻഷ്യൽ ലീസിൽ ഒരു പർച്ചേസിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ലെസ്സിയാണ്. അപ്പോൾ ലെസ്സി പറയുന്നത് പോലെ ലെസർ എന്ത് ചെയ്യും? ഒരു ആ അസറ്റ് വാങ്ങിക്കും. എന്നിട്ട് തിരിച്ച് ലെസ്സിക്ക് തന്നെ അത് എന്ത് ചെയ്യും? വാടകയ്ക്ക് അല്ലെങ്കിൽ ലീസിന് കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് refers to hiring of equipment for a period of 3 to 5 years. 3 വർഷം മുതൽ 5 വർഷം വരെ നിലനിൽക്കുന്ന ലീസ് എഗ്രിമെൻ്റ് ആണിത് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. അവിടെ എക്യുപ്മെൻറ്റ് ഹയർ ചെയ്യുന്നത് ഏകദേശം 3 to 5 ഇയേഴ്സിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും ഉണ്ടാവുക. In this type of lease, it is generally the lessor who is responsible for the maintenance and other equipment of the asset. അതായത് എന്താണ്? കഴിഞ്ഞതിൽ എല്ലാ മെയിൻ്റനൻസും ചെയ്യുന്നത് ആരാണ്? ലെസ്സിയാണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് ലീസിൽ ലെസ്സറാണ് എന്ത് ചെയ്യുക? അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻ്റനൻസും ചെയ്യുന്നത്. അല്ലാതെ ലെസ്സി അല്ല, ലെസ്സറാണ് ഇവിടെ എല്ലാ മെയിൻ്റനൻസും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെസ്സറും ലെസ്സിയും തമ്മിലൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയ ആ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ക്യാൻസലബിൾ ലീസാണിത്. സോ ലെസ്സർ ഹാസ് ദ ഹൈ റിസ്ക്. ലെസ്സർക്ക് എന്താണ്? ഹയർ റിസ്ക് ആണ് ഉള്ളത്. പക്ഷേ ലെസ്സിക്കോ ഹൈ റെൻ്റൽ പേ. അത് ലെസ്സിക്ക് കൂടുതൽ റെൻറ്റ് കൊടുക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ലെസ്സർക്ക് കൂടുതൽ റിസ്ക് ഉണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട്. കാരണം ഫുൾ റെസ്പോൺസിബിലിറ്റി ലെസ്സറിൻ്റെതാണ്. ലെസ്സിക്ക് അത് ലീസിന് കൊടുക്കുമ്പം ലെസ്സി അതിന് ഹൈ റെൻറ്റ് കൊടുക്കണം എന്നാണ്. പക്ഷേ ആ അസറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ഇവിടെ ലെസ്സറാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് ലീസ് എന്ന് കൂടി എന്ത് പറയുന്നു? ഓപ്പറേറ്റിംഗ് ലീസിനെ പറയുന്നുണ്ട്. ദെൻ ഈ ഓപ്പറേറ്റിംഗ് ലീസ് തന്നെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വെറ്റ് ലീസ് എന്നും ഡ്രൈ ലീസ് എന്നുമായി 2 തരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ലീസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വെറ്റ് ലീസ് എന്താണ്, ഡ്രൈ ലീസ് എന്താണെന്ന് നോക്കാം. വെറ്റ് ലീസ് ഇസ് ദ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് വേർ അലോങ് വിത്ത് ദ അസെറ്റ് the lessor provide minimum operating service including operating personnel, maintenance service and insurance. അതായത് വെറ്റ് ലീസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, അസറ്റ് ലീസിന് കൊടുക്കുന്നതിന് പുറമെ അതിൻ്റെ കൂടെ എന്താണ്? ലെസ്സർ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് ചെറിയ മെയിൻ്റനൻസ് വർക്കുകളും ഇൻഷുറൻസ്, ഓപ്പറേറ്റിംഗ് സർവീസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സർവീസുകളും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലെസ്സിക്കെങ്കിൽ അങ്ങനെയുള്ള ലീസിനെയാണ് നമ്മൾ വെറ്റ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഡ്രൈ ലീസിൽ യാതൊരു സർവീസും കൊടുക്കില്ല. എന്താണ്? ആ എക്യുപ്മെൻറ്റ് ബേസിക് എക്യുപ്മെൻറ്റ് ഈസ് ലീസ്ഡ്. ഇൻഷുറൻസ്, ഓപ്പറേറ്റിംഗ് പേഴ്സണൽ, മെയിൻ്റനൻസ് സർവീസ്, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഈ ഒരു ലീസിൽ ചെയ്യില്ല. ഇവിടെ എന്താണ്? അസറ്റ് പ്ലസ് സർവീസ് കൂടി എന്തിൽ ചെയ്യുന്നുണ്ട്? വെറ്റ് ലീസിൽ. ഓക്കെ, വെറ്റ് ലീസിൽ അസറ്റും പ്ലസ് സർവീസ് കൂടി ഉണ്ട്. പക്ഷേ ഇവിടെ ഓൺലി അസറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലീസിന് കൊടുക്കുള്ളൂ. ഇതിൻ്റെ കൂടെ സർവീസ് കൊടുക്കുന്നില്ല. അതാണ് ഓപ്പറേറ്റിംഗ് ലീസിൽ വെറ്റ് ലീസും ഡ്രൈ ലീസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ 2 ലീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഫിനാൻഷ്യൽ ലീസും സെക്കൻഡ് ഓപ്പറേറ്റിംഗ് ലീസും. ദെൻ നെക്സ്റ്റ് സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ്. ഓക്കെ, സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലീസാണ്. ഇവിടെ എന്ന് പറയുന്നത് അണ്ടർ ദിസ് എഗ്രിമെൻറ്റ് എ ഫേം സെൽ ആൻ അസെറ്റ് ടു അനദർ പാർട്ടി അറ്റ് മാർക്കറ്റ് വാല്യൂ ആൻഡ് ദിസ് പാർട്ടി
ലെസർ, ആ ഒരു പാർട്ടീനെ പറയുന്ന പേരാണ് ലെസർ, ലീസ് ഇറ്റ് ബാക്ക് ടു ദ ഫേം. ഓക്കെ, ദ ഫേം കോൺട്രാക്ട് ടു മേക്ക് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ്സ്. ഇതിങ്ങനെ വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഈ ഒരു കേസിൽ സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസിൽ ഞാൻ പറയാണ്, ഇപ്പം ഞാൻ ഒരു ഫേമാണെന്ന് വിചാരിക്കാം. ഞാൻ ഫേമാണ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു മെഷീനറി ഉണ്ട്. ഓക്കെ, അത് അവരെന്ത് ചെയ്യും? ഞാനൊരു ഫേമാണ്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലുള്ള മെഷീനറി വേറൊരു പാർട്ടിക്ക് എന്ത് ചെയ്യും? അതായത് നെക്സ്റ്റ് പാർട്ടി, അയാളാണ് ലെസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു പാർട്ടിക്ക് വിൽക്കുകയാണ് ചെയ്യുക. അന്നത്തെ മാർക്കറ്റ് വാല്യൂവിൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ സ്വന്തമായിട്ടുള്ള മെഷീനറി ഞാനത് ഈ ലെസ്സറിന് വിറ്റു. ഓക്കെ, ഈ ലെസ്സറിന് വിറ്റതിന് ശേഷം ലെസ്സർ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ലെസ്സർ ആ മെഷീനറി തന്നെ നമുക്ക് ലീസിന് തരാം. ഓക്കെ, ലെസ്സർ പിന്നെ എനിക്ക് തന്നെ അത് എൻ്റെ സ്വന്തം മെഷീനറി ഞാൻ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്ത് അവിടുന്ന് ആ പ്രോപ്പർട്ടീൻ്റെ മുകളിൽ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഓണർഷിപ്പും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഓണർ ആരായി? ലെസ്സറായി മാറി. അപ്പോൾ ലെസ്സറായി മാറി ആ ഓണർ ലെസ്സറായി. അപ്പോൾ അയാളുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ മെഷീനറി അയാൾ എനിക്ക് തിരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ലീസിന് തരാം. ഓക്കെ, അതിനെയാണ് നമ്മൾ സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും? ലീസിങ്ങിലെ പോലെ അതിൻ്റെ പീരിയോഡിക് പേയ്മെൻറ്റ്, അതായത് ലീസ് റെൻ്റൽ ഞാൻ എന്ത് ചെയ്യും? ഈ ലെസ്സർക്ക് കൊടുക്കും. വിറ്റതിന് ശേഷം പിന്നെ ഞാൻ ലെസ്സിയായി മാറും. ഓക്കെ, ഫേം ആരായി മാറും? ലെസ്സിയായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് സെയിൽസ് ലീസ് ബാക്ക് ലീസിൽ പറയാനുള്ളത്. ദെൻ ഒന്നും കൂടി പറയാം. ദ ലെസ്സി റീറ്റെയിൻ ദ റൈറ്റ് ടു യൂസ് ദ അസറ്റ്. അയാൾ എന്താണ്? ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് റീറ്റെയിൻ ചെയ്യും. ദസ് ദ സെല്ലർ ഗെറ്റ് ക്യാഷ് ഫ്രം ദ സെയിൽ ഓഫ് ദി അസറ്റ്. ഓക്കെ, ആ സെല്ലർക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടുകയും ചെയ്യും. അതായത് ഞാൻ ഈ മെഷീനറി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ലെസ്സർ ക്യാഷ് തരും. എൻ്റെ മെഷീനറി അല്ലേ ഞാൻ മാർക്കറ്റ് വാല്യൂവിന് വിറ്റത്. അപ്പം അങ്ങനെ ക്യാഷ് കിട്ടും. പക്ഷേ പിന്നെ നമ്മൾ ആ മെഷീനറി എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും ലീസിനെടുത്ത് യൂസ് ചെയ്യാണ് ചെയ്യുക. ദ ലെസ്സർ ഗെറ്റ് റെൻറ്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു എന്താണ്? ലെസ്സർക്ക് റെൻറ്റ് കിട്ടും. ദെൻ ഇൻ ഷോർട്ട്, അണ്ടർ ദി സെയിൽസ് ബാക്ക് ലീസ് an agreement is made by where the asset owned by a firm is sold to the leasing company. ആരാണ് അസറ്റ് ഓൺ ചെയ്തിരുന്ന ഫേം, ആ ഫേം എന്ത് ചെയ്യാണ്? ആ അസറ്റ് വേറൊരു ലീസിങ് കമ്പനിക്ക് വിൽക്കുന്ന പ്രൊസീജിയറാണ് എന്ത്? വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ലീസിന് എടുക്കുകയും ചെയ്യും. ആ ഒരു പ്രൊസീജിയറാണ് സെയിൽസ് ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലിവറേജ് ലീസ്. ലിവറേജ് ലീസ് എന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ലീസ് ഇസ് ജനറലി യൂസ്ഡ് ടു അക്വയർ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് റിക്വയറിങ് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു ലീസ് നമ്മൾ എടുക്കുന്നത് വലിയ തുക മുടക്കിക്കൊണ്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വാങ്ങണമെങ്കിൽ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ലിവറേജ് ലീസ് എടുക്കുന്നത്. അപ്പം വലിയ എമൗണ്ട്, അതായത് ഒരു എക്യുപ്മെൻറ്റ് വാങ്ങണമെങ്കിൽ കൂടുതലായിട്ടുള്ള എമൗണ്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഡസ് ഹാവ് ഓൾവേസ് ബിക്കം പോസിബിൾ ഫോർ ലെസ്സർ ടു പ്രൊവൈഡ് ദ എമൗണ്ട് ഓൾ ബൈ ഹിംസെൽഫ്. അതായത് ലെസ്സറാണ് ഇവിടെ പാർട്ടിയായിട്ട് വരുന്നത്. ഓക്കെ, ഈ ലെസ്സർക്ക് വലിയ എമൗണ്ടിലുള്ള ഒരു മെഷീനറിയോ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം. പക്ഷേ ലെസ്സറിൻ്റെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഇല്ല. അപ്പോൾ ലെസ്സർ എന്ത് ചെയ്യും? അയാൾ മൂന്നാമതൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? മണി ബോറോ ചെയ്തുകൊണ്ട് ആ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കും. ഓക്കെ, വേറെ ഒരാളെ കയ്യിൽ നിന്ന്, ഒരു ബാങ്കറിൻ്റെ കയ്യിൽ നിന്നോ ഒരു തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ നിന്നും ലെസ്സർ എന്ത് ചെയ്യും? ഒരു നിശ്ചിത എമൗണ്ട്, ആ ഹ്യൂജ് എമൗണ്ട് വാങ്ങി മെഷീനറി വാങ്ങിക്കും. എന്നിട്ട് ആ മെഷീനറി ലീസിന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ലെസ്സി ലെസ്സർക്ക് തരുന്ന ആ റെൻ്റൽ വാല്യൂ നിന്ന് എന്ത് ചെയ്യും? ആ തേർഡ് പാർട്ടീൻ്റെ കടം കൊടുത്ത് തീർക്കുകയാണ്
ലിവറേജ് ലീസിൽ പറയുന്നത്. അത് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ബോറോവ്ഡ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഗനൈസേഷനിലെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ലിവറേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് വണ്ണ്. ഇവിടെ 3 പാർട്ടീസാണ് ഉണ്ടാവുക, 3 പാർട്ടീസ് ഉണ്ടാവും. ലെസ്സർ ഉണ്ടാവും, ദെൻ ലെസി ഉണ്ടാവും, ഒരു ബാങ്കർ ഉണ്ടാവും എന്ന് വിചാരിക്കുക, അതായത് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്യുപ്മെൻറ്റ് വാങ്ങണമെങ്കിൽ കൂടുതൽ എമൗണ്ട് വേണം. അപ്പോൾ അത് ഈ ഒരു ലെസറിൻ്റെ കയ്യിലില്ല. അപ്പോൾ ലെസർ തേർഡ് പാർട്ടീൻ്റെ കയ്യിൽ നിന്നും എമൗണ്ട് വാങ്ങി ഈ ഒരു എന്ന് പറഞ്ഞ അസറ്റ് പർച്ചേസ് ചെയ്യും. ഈ എന്ന് പറഞ്ഞ അസറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ലെസർ എന്ത് ചെയ്യും, ഈ അസറ്റ് ലെസിക്ക് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ ലെസി എന്ത് ചെയ്യും, ലെസർക്ക് തിരിച്ച് അതിൻ്റെ റെൻറ്റ് വാല്യൂ കൊടുക്കും. ഓക്കെ, റെൻറ്റ് വാല്യൂ കൊടുത്തതിന് ശേഷം ആ റെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ലെസർ ബാങ്കിൻ്റെ കടം എന്ത് ചെയ്യും, വീട്ടും. ഇതാണ് ലിവറേജ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുതന്നെയാണ് നമ്മളിതിൽ പറഞ്ഞത്. ലിവറേജ് ലീസ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ദ ലെസർ ബോറോ ഫണ്ട് ഫ്രം ദ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ കമ്പനി. ഓക്കെ, ലെൻഡർ എന്നാണ് അവരെ പറയുക. ആ തേർഡ് പാർട്ടീനെ പറയുന്ന പേരാണ് ലെൻഡർ. ലെസർ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങും, എന്നിട്ട് അസറ്റ് വാങ്ങിക്കും. ദെൻ ദിസ് അസറ്റ് ഈസ് ലീസ്ഡ്, എന്നിട്ട് ആ അസറ്റ് ലീസിന് കൊടുക്കും. ഔട്ട് ഓഫ് ലീസ് റെൻ്റൽ റിസീവ്ഡ് ഫ്രം ദ ലെസിയുടെ കയ്യിൽ നിന്ന് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ലീസ് റെൻ്റൽ കിട്ടും. ഇത് വെച്ചുകൊണ്ട് ദ ലോൺ ഈസ് റീപെയ്ഡ് ബൈ ദ ലെസർ. അവരെന്ത് ചെയ്യും, ലെസർ ആ റെൻ്റൽ വെച്ചുകൊണ്ട് ലോണ് തിരിച്ചടയ്ക്കും. ഓക്കെ, യൂഷ്വലി ദ ലോൺ ഈസ് സെക്യൂർഡ് ബൈ ദ മോർട്ട്ഗേജ് ഓഫ് അസറ്റ്. ദസ് ദർ ആർ 3 പാർട്ടീസ് ആണ് ലിവറേജ് ലീസിങ്ങിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ലെസി, ലെസർ, ദെൻ ബാങ്കർ. ഓക്കെ, ഇങ്ങനെ 3 പാർട്ടീസാണ് ലിവറേജ് ലീസിങ്ങിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും ഫോംസ് ആണ് എന്തിലുള്ളത്, ലീസിലുള്ളത്. ഫിനാൻഷ്യൽ ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ്,